അതിരുവിട്ട പ്രകോപനവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ ഭൂട്ടോ സർദാരി. സിന്ധു നദിയിലൂടെ ജലം ഒഴുകിയില്ലെങ്കിൽ ചോരപ്പുഴ ഒഴുകും. സിന്ധു നദീതട സംസ്കാരത്തിന്റെ യഥാർത്ഥ ഉടമ പാകിസ്ഥാനാണെന്നും ബിലാവൽ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ പ്രകോപനം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിരന്തര പ്രകോപന പ്രസ്താവനകളാണ് പാകിസ്ഥാൻ നടത്തിവരുന്നത്. ആദ്യം ഇതിന് പാകിസ്ഥാന്റെ പങ്കുണ്ട് എന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങിയ പാകിസ്ഥാനികൾ തുടർന്ന് വിവിധ തരത്തിലുള്ള പ്രകോപന പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, ഈ പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നുവരെ പാക് ഉപപ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ അവർ തുടങ്ങി വെച്ചതിന് തിരിച്ചടി കിട്ടുമെന്നായപ്പോൾ മറ്റൊരു തരത്തിലുള്ള പ്രകോപനം സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അതുവഴി ജലം ഒഴുകിയില്ലെങ്കിൽ പിന്നെ ചോരപ്പുഴ ഒഴുകും എന്നുള്ളതാണ് പ്രകോപനപരമായ ഒരു പ്രസംഗം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, ചോരപ്പുഴ ഒഴുകും എന്ന രീതിയിലൊക്കെയുള്ള അതീവ ഭീകരമായ സ്വഭാവമുള്ള ഒരു തരം പ്രസംഗം തന്നെയാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിസ്സാരമായി അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നൊരു വിഷയവും നിലനിൽക്കുന്നുണ്ട്. അതീവ ഗുരുതരമായ ഈ പ്രശ്നം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പീപ്പിൾസ് പാർട്ടി മേധാവിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് വിവാദങ്ങളുമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പറയുന്നത് ബിലാവൽ ഭൂട്ടോ പറയുന്ന വാക്കുകൾ അതീവ ഗുരുതരമായ ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ചോരപ്പുഴ ഒഴുകുമെന്ന രീതിയിലൊക്കെയുള്ള വാക്കുകൾ പ്രത്യേകിച്ചും ഒരു യുദ്ധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രയോഗിക്കുക എന്നത് തീർത്തും ഒരു ഭീകര സ്വഭാവമുള്ള റിയാക്ഷൻ നടത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് ഈ ചോരപ്പുഴ ഒഴുകും, നദീജലം ഒഴുകിയില്ലെങ്കിൽ ചോരപ്പുഴ ഒഴുകുമെന്ന നിലപാട് പറയുന്നത് വലിയ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഒരു ആഹ്വാനമായി തന്നെ കണക്കാക്കുന്ന ചില നയതന്ത്ര സൂചനകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം അദ്ദേഹത്തിന്റെ നിലപാടിലുള്ള ചരിത്ര നിഷേധം കൂടിയാണ്. നമുക്കറിയാം, മോഹൻജദാരോ, ഹാരപ്പ, അതുപോലെ തന്നെ തക്ഷശില തുടങ്ങിയ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രദേശങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നത് ഈ പ്രവിശ്യയിലാണ്, സിന്ധു പ്രവിശ്യയിലാണ് എന്നതുകൊണ്ട് തന്നെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായാണ് എന്ന നിലപാട് എന്ന വസ്തുത നിലനിൽക്കെ അതെല്ലാം പാകിസ്ഥാന്റെയാണ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ മാത്രമല്ല പടിഞ്ഞാറൻ ഇന്ത്യയിലെല്ലാം തന്നെ പടർന്നു കിടക്കുന്ന മോഹൻജദാരോ, ഹാരപ്പ ഉൾപ്പെടെയുള്ള പുരാതന സംസ്കാരങ്ങളുടെ ഭാഗങ്ങളെ കൂടി ബിലാവൽ ഭൂട്ടോ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ഈ വിഷയം, അതായത് വെള്ളം നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിന്റെ ആഘാതം വൻതോതിൽ പാകിസ്ഥാൻ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, 2.7% അവരുടെ GDP-യുടെ ഭാഗമാകുന്ന കാർഷിക രംഗത്തിന് വെള്ളം ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഏതാണ്ട് നമുക്കറിയാവുന്നതാണ്, ഇൻഡസ് വാലിയുടെ ഭാഗമായുള്ള 80% വെള്ളവും ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന വെള്ളം പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിലാണ് പുതിയ ഡാമിന്റെ നിർമ്മാണം, അത് തന്നെ പകൽഗുൽ ഡാം എന്ന് പറയുന്ന ഡാമിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളമൊഴുക്ക് തടയുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ഒന്നൊന്നായി ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വെള്ളമൊഴുക്ക് തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും മറ്റൊരു സുപ്രധാന നിലപാട് കൂടി ഭാരതം അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മഴയുണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇൻഡസ് വാലിയിലെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ സാധ്യതകളെ കുറിച്ചുള്ള പഠനത്തിന്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡാറ്റകളെല്ലാം തന്നെ പങ്കുവെക്കുന്നത് ഭാരതമാണ് പാകിസ്ഥാന് നൽകുന്നത്. അത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ പിന്മാറുമെന്നും അറിയിച്ചു. മാത്രമല്ല, ഇത്തരത്തിൽ വെള്ളം ഒരു തുള്ളി പോലും വിട്ടുകൊടുക്കില്ല എന്ന ജലവിഭവ മന്ത്രിയുടെ നിലപാടിന് ശേഷം കൃത്യമായ വെള്ളം സംഭരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ 3 ഘട്ടമായി നടപ്പാക്കുമെന്നും അറിയിച്ചതിന്റെ പ്രകോപനം തന്നെയാണ് തീർച്ചയായും ഈ ചോരപ്പുഴ ഒഴുകുമെന്ന ഒരു വലിയ ഭീഷണി ഉയർത്താനുള്ള സാഹചര്യം. ശരി, എന്തായാലും പാകിസ്ഥാൻ ഭയചകിതരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ വല്ലാതെ അങ്കലാപ്പിലാകുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രകോപനപരമായ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ തുടരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഐസൺ ആണ് വിവരങ്ങൾ നൽകിയത്.